ഞാൻ ഇവിടെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായി എന്റെ ചാനൽ കാണുമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബിന്റെ മുകളിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടായിരിക്കും. അതിലൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ എന്റെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എങ്ങനെ മട്ടൻ കറി വെക്കുന്നതെന്ന് അറിയായിരിക്കും. സോ ഇന്ന് ഞങ്ങൾ ഒരു സ്പെഷ്യൽ മട്ടൻ കറിയാണ് ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. കുക്കറിലിട്ട് എങ്ങനെ എളുപ്പത്തിൽ ഒരു സ്പെഷ്യൽ മട്ടൻ കറി വെക്കാമെന്ന് നോക്കാം. അപ്പം കിച്ചണിലേക്ക് പോവാം. നമുക്ക് മട്ടൻ കറിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് മട്ടൻ കറിക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ മട്ടൻ 3/4 കിലോ മട്ടൻ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മീഡിയം സൈസ് 5 സവാള എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിൽ 5 സവാള. പിന്നെ നമ്മൾ കൊച്ചുള്ളിയും കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. കൊച്ചുള്ളി ചേർത്തതെന്ന് വെച്ചാൽ മട്ടൻ ഒരു കൊച്ചുള്ളി ഒരു ടേസ്റ്റ് ഒക്കെ വേണ്ടേ, അപ്പം അതിന് വേണ്ടി നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കൊച്ചുള്ളി ഇതിനകത്ത് ചേർത്താൽ മതി. പിന്നെ വേറെ നമുക്ക് അടുത്ത കറി ആവശ്യമുള്ളതെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് വേണം. പിന്നെ നമ്മൾ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും നമ്മൾ ചതച്ച് നല്ലതായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായി കരിവേപ്പില വേണം. പിന്നെ ഒരു തക്കാളിപ്പഴം വേണം. പിന്നെ നമുക്ക് ആവശ്യത്തിനായി വെളിച്ചെണ്ണയും കൂടെ. നമുക്ക് എങ്ങനെ മട്ടൻ കറി എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ നേരത്തെ അടുപ്പിൽ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതായിട്ട് ചൂടാകാൻ വേണ്ടി. അത് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ വെച്ച എണ്ണ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും കൊച്ചുള്ളിയും ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, നല്ലതായിട്ട് മൂത്ത് കിട്ടാനാണ്. ഇനി നമുക്ക് ഇറക്കി കൊടുക്കാം. ഉള്ളി നല്ലതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇങ്ങനത്തെയൊക്കെ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും പച്ചമുളക് ചതച്ച് വെച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കൊണ്ടേ ഇരിക്കണം. നല്ലതായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് 2 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അത് നല്ലതായിട്ട് മൂത്ത് കഴിയുമ്പോൾ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നേരത്തെ കുക്കറിനകത്തിട്ട പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ച തക്കാളിപ്പഴം അതിൻ്റെ തൊലി ഒന്നും കളയാതെ നമുക്ക് മിക്സിയിലിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. എടുത്ത തക്കാളിപ്പഴം വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കണം. തക്കാളിപ്പഴം നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ സവാളയും കൊച്ചുള്ളിയും ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും പച്ചമുളകും ചതച്ചത് നല്ലതായിട്ട് അതിൻ്റെ പച്ചമുളക് എല്ലാം മാറി നല്ല മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്യാം. മസാല എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മല്ലിപ്പൊടി ഇതിനകത്ത് 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യം മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. ഇതിനകത്ത് ഞങ്ങൾ 1 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചതച്ചതാണ് നല്ലത്. ഇവിടെ ഞങ്ങൾ ഇപ്പോൾ എടുത്തേക്കുന്നത് പൊടിയാണ്, യൂസ് ചെയ്യുന്ന പൊടിയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഗരം മസാല ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇതിൻ്റെ പച്ചമണമെല്ലാം മാറുന്ന നമ്പർ നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയുടെ പച്ചമണം നല്ലതായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തക്കാളിപ്പഴം ഇട്ട് കൊടുക്കും. തക്കാളിപ്പഴം നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രേവിക്ക് ടേസ്റ്റ് വരാനായിട്ടാണ് നമ്മൾ ഈ തക്കാളിപ്പഴം അരച്ച് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെയും പച്ചമണവും നല്ലതായിട്ടൊന്ന് മാറി കിട്ടണം നമുക്ക്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കഴുകി വെച്ചേക്കുന്ന മട്ടൻ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്താൽ മട്ടൻ നല്ലതായിട്ട് ഇങ്ങനെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ശകലം വെള്ളം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോ മട്ടൻ നല്ലതായിട്ട് ഇളക്കി അതിന്റെ വെള്ളം എല്ലാം ചേർത്ത് നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുക്കറിന്റെ അടപ്പ് വെച്ച് നല്ലതായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് 3 or 4 വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മട്ടൻ ഇനി നല്ലതായിട്ട് വെന്ത് കിട്ടിയോന്ന് നോക്കാം. ഞാൻ നേരത്തെ വെച്ച കുക്കറിനകത്ത് മട്ടൻ 4 വിസിൽ അയച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി തുറന്ന് നോക്കാം. അതെ, നമ്മുടെ മട്ടൻ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അത് കണ്ടില്ലേ? നമുക്ക് ഇനി ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മളിപ്പോൾ മട്ടൻ കറി വെച്ച് കഴിഞ്ഞിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി നല്ലതായിട്ട് കൊടുക്കാം. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞല്ല, ഇതിൻ്റെ കുരുമുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് നല്ലതായിട്ടൊന്ന് ഇതിൻ്റെ ഭയങ്കര അടിപൊളി ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ, സീ യു അഗെയിൻ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.